ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിൻ്റെ 3-ാമത്തെ ചാപ്റ്ററായ ആർപ്പോ ഇഡ്രോ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ? കൂട്ടുകാർ, ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്താണ് അവിടെ കാണുന്നത്? കൂട്ടുകാർ വള്ളം കണ്ടിട്ടുണ്ടോ? വള്ളം കളിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് വള്ളംകളി? വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ് വള്ളംകളി. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ ആദ്യമായി ഒരു പാട്ട് പാടാൻ തന്നിട്ടുണ്ട്. സാധാരണയായി വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നവർ അതിൽ സന്തോഷത്തോടെ ഇരുന്ന് തുഴഞ്ഞു പോകുമ്പോൾ താളത്തിൽ പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ചിത്രത്തിൽ കുറച്ച് കൂട്ടുകാർ പല കളികളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. അവർക്കും ഈ പാട്ട് പാടാവുന്നതാണ്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ? ആർപ്പോ ഇറോ ഇറോ ഇറോ, ആർപ്പോ ഇറോ ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇറോ ഇറോ. അവിടെ നമുക്ക് എന്തെഴുതി കൊടുക്കാം? ഇറോ ഇറോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ പാട്ടൊന്ന് പാടിയാലോ? കൂട്ടുകാർ കൂടെ പാടണം കേട്ടോ. ആർപ്പോ ഇഡ്രോ ഇഡ്രോ ഇഡ്രോ, ആർപ്പോ ഇഡ്രോ ഇഡ്രോ ഇഡ്രോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇഡ്രോ ഇഡ്രോ. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോയാലോ? അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? കളിയരങ്ങ്. അവിടെ പലതരത്തിലുള്ള കളികൾ കാണുന്നുണ്ട്. പുലികളി, വള്ളംകളി, ചെണ്ടകൊട്ട്, അങ്ങനെ കൂട്ടുകാർ പല കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി. കൂട്ടുകാരും ഒന്ന് കൂടെ ചൊല്ലിക്കേ. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി. കൂട്ടുകാർക്ക് വേറെ ഇതുപോലെ കളിപ്പാട്ടുകൾ അറിയാമോ? ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അവിടെ എന്താ കാണിച്ചിരിക്കുന്നേ? വളരെ മനോഹരമായ ഒരു പട്ടം ആകാശത്ത് പാറി നടക്കുന്നു, അല്ലേ കൂട്ടുകാരെ? അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? മാനത്ത് പട്ടം. മാനത്ത് നിൽക്കുന്ന പട്ടം താഴെ എന്തെല്ലാമോ കാണുന്നുണ്ട്. അവിടെ എന്താ പട്ടം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പട്ടം മാനത്ത് പട്ടം, വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു. പിന്നെ എന്ത് കണ്ടിട്ടുണ്ടാകും? കുന്ന് കണ്ടു അരുവി കണ്ടു പട്ടം പറന്നു. പിന്നെ എന്താവും കണ്ടത്? പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു. അപ്പോൾ പട്ടം എന്തെല്ലാമാണ് കണ്ടത്? വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു കുന്നു കണ്ടു അരുവി കണ്ടു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു, അല്ലേ കൂട്ടുകാരെ? ആ ചിത്രത്തിൽ നോക്കിക്കേ. മനോഹരമായ വീട് കാണാം, മല കാണാം, മരങ്ങൾ കാണാം, പിന്നെ എന്തെല്ലാം കൂട്ടുകാർക്ക് കാണാം? ഒന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക്
അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? കളിയരങ്ങ്. അവിടെ എന്തെല്ലാമോ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? അറിയാമോ, പറയാമോ, കളിയുടെ പേരുകൾ പറയാമോ? അറിയാമേ, പറയാമേ, കളിയുടെ പേരുകൾ പറയാമേ. പാവ കളിക്കൽ, തൊട്ടു കളിക്കൽ, ഓടിക്കളിയും കളിയാണേ. അറിയാമേ, പറയാമേ, കളിയുടെ പേരുകൾ പറയാമേ. പാടിക്കളി, ചാടിക്കളി, പിന്നെ ഓടിക്കളി, ഒളിച്ചുകളി. അപ്പോൾ എന്തെല്ലാം കളികളുണ്ട് കൂട്ടുകാരെ? പാവകളി, തൊട്ടുകളി, ഓടിക്കളി, ഒളിച്ചുകളി, പിന്നെ എന്തെല്ലാമുണ്ട്? പന്തുകളി, വള്ളംകളി, ഒളിച്ചുകളി, പുലിക്കളി. അല്ലേ കൂട്ടുകാരെ? പിന്നെയും കൂട്ടുകാർക്ക് എന്തെല്ലാമോ കളികൾ അറിയാം ഇല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അവിടെ രണ്ട് കൂട്ടുകാർ ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുക. അവരുടെ സന്തോഷം കണ്ടോ കൂട്ടുകാരെ? നിങ്ങൾക്കും ഇതുപോലെ കളിക്കുമ്പോൾ വളരെ സന്തോഷമാണോ? ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കളിപ്പാട്ടങ്ങൾ വേണോ? കൂട്ടുകാർ കളിക്കുമ്പോഴും കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അതെ, നമ്മൾ കളിപ്പാട്ടങ്ങൾ ഉള്ള കളിയും കളിക്കാറുണ്ട്, കളിപ്പാട്ടങ്ങൾ ഇല്ലാത്ത കളിയും കളിക്കാറുണ്ട് അല്ലേ കൂട്ടുകാരെ? ഇവിടെ നമുക്ക് കളിപ്പാട്ടങ്ങൾ വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. മരമേ മരമേ പുന്നാരേ, തരുമോ കൊച്ചു കളിപ്പാട്ടം? പന്ത് വേണോ, പാവ വേണോ, പമ്പരം വേണോ, പറഞ്ഞോളൂ. വേണം വേണം വേണം, ഓല കൊണ്ടൊരു പീപ്പി, ഓല പീപ്പി. ഓല കൊണ്ടൊരു പന്ത്, ഓലപ്പന്ത്. ഇനി നമുക്ക് എന്തെഴുതാം അവിടെ? ഓല കൊണ്ടൊരു പമ്പരം, ഓലപ്പമ്പരം. അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓല കണ്ണാടി, ഓലത്തത്ത, ഓലപ്പീപ്പി, ഓലക്കുട്ട. മച്ചിങ്ങ കൊണ്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുമുണ്ട് അല്ലേ കൂട്ടുകാരെ? നമുക്ക് ഒന്നും കൂടെ ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ? മരമേ മരമേ പുന്നാരേ, തരുമോ കൊച്ചു കളിപ്പാട്ടം? പന്ത് വേണോ, പാവ വേണോ, പമ്പരം വേണോ, പറഞ്ഞോളൂ. വേണം വേണം വേണം, ഓല കൊണ്ടൊരു പീപ്പി, ഓല പീപ്പി. ഓല കൊണ്ടൊരു പന്ത്, ഓലപ്പന്ത്. ഓല കൊണ്ടൊരു പമ്പരം, ഓലപ്പമ്പരം. അപ്പോൾ കൂട്ടുകാർ മരത്തിൻ്റെ അടുത്ത് എന്താണ് പറയുന്നത്? മരമേ മരമേ പുന്നാര മരമേ, തരുമോ ഒരു കൊച്ചു കളിപ്പാട്ടം തരുമോ? അവിടെ ഏതൊക്കെ മരങ്ങളാണ് കാണുന്നത്? വാഴയുണ്ട്, തെങ്ങുണ്ട്. അപ്പോൾ കൂട്ടുകാർ അവർക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവരോടാണ് ചോദിക്കുന്നത്. അപ്പോൾ മരം എന്തു പറഞ്ഞു? പന്ത് വേണോ, പാവ വേണോ, പമ്പരം വേണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ കൂട്ടുകാർ ഏതെല്ലാം കളിപ്പാട്ടം പറഞ്ഞു? ഓല പീപ്പി വേണം, ഓലപ്പന്ത് വേണം, ഓലപ്പമ്പരം വേണം എന്നൊക്കെയാണ് പറഞ്ഞതല്ലേ കൂട്ടുകാരെ? അവിടെ ആ ചിത്രത്തിൽ ഒരു കൂട്ടുകാരൻ നോക്കിക്കേ, ഒരു കൂട്ടുകാരൻ മച്ചിങ്ങ കൊണ്ടുള്ള ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി വലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അതിന് പുറത്തൊരു കുഞ്ഞു കിളിയും ഇരിപ്പുണ്ട് അല്ലേ കൂട്ടുകാരെ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇനി കൂട്ടുകാർക്ക് കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കുന്ന കളികളും കളിപ്പാട്ടം ഇല്ലാതെ കളിക്കുന്ന കളികളും ഉണ്ട് അല്ലേ കൂട്ടുകാരെ? ഏതൊക്കെയാണ് നമ്മൾ കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കുന്ന കളികൾ? പാവകളി, പന്തുകളി, ഗോലികളി, അങ്ങനെ പല കളികളുമുണ്ട്. അതുപോലെ കളിപ്പാട്ടം ഉപയോഗിക്കാതെ കളിക്കുന്നവയും ഏതൊക്കെയാണ്? ഒളിച്ചുകളി, പാടിക്കളി, ചാടിക്കളി, അങ്ങനെയുണ്ട് അല്ലേ കൂട്ടുകാരെ? അതുപോലെ തന്നെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കളികളും നമ്മൾ കളിക്കാറുണ്ട്.
ഓണത്തിന് നമ്മൾ ഏതൊക്കെ കളികളാണ് കളിക്കാറുള്ളത്? കൂട്ടുകാർക്കറിയാമോ? പുലികളി, വടംവലി, വള്ളംകളി, ഇങ്ങനെ പല കളികളും നമ്മൾ കളിക്കാറുണ്ട്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായി ഉള്ളത്. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം ഇഷ്ടമായോ? ഇനി നമുക്ക് മറ്റൊരു പാഠവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.